أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قتلتم لننصرنكم والله يشهد إنهم لكاذبون. لئن أخرجوا لا يخرجون معهم وإن قتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون. لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശ്റിലെ 11, 12, 13, 14 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. അലം തറ ഇലല്ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. അലം തറ, താങ്കൾ കണ്ടില്ലേ? ഇലല്ലദീന നാഫഖൂ, കപടവിശ്വാസികളായ ആളുകളിലേക്ക് താങ്കൾ നോക്കുന്നില്ലേ? യഖൂലൂന, അവർ പറയുന്നു, ലി ഇഖ്വാനിഹിം, അവരുടെ സഹോദരന്മാരോട്, അല്ലദീന കഫറു, സത്യനിഷേധികളായ, മിൻ അഹ്ലിൽ കിതാബി, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളായ സഹോദരന്മാരോട് അവർ പറയുന്നു. അത് താങ്കൾ കാണുന്നില്ലേ? അവർ പറയുന്നത്, ലൈൻ ഉഖ്രിജ്തും, നിങ്ങളെങ്ങാൻ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, നിങ്ങളെ ആരെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയാൽ, ലനഖ്റുജന്ന മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറത്തേക്ക് പോരും, ഞങ്ങൾ ഈ നാട് വിട്ട് നിങ്ങളോട് കൂടെ പോരും. വലാ നുതിഉ, ഞങ്ങൾ അനുസരിക്കുകയില്ല, ഫീക്കും, നിങ്ങളുടെ കാര്യത്തിൽ, അഹദൻ, ഒരാളെയും, അബദൻ, ഒരിക്കലും, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരാളെയും ഒരിക്കലും തന്നെ അനുസരിക്കില്ല. വൈൻ ഖൂത്തിൽത്തും, ഇനി നിങ്ങൾ യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിലോ, ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. വല്ലാഹു യശ്ഹദു, എന്നാൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു സാക്ഷിയാണ്, ഇന്നഹും, തീർച്ചയായും അവർ, ലകാദിബൂൻ, കള്ളം പറയുന്നവരാണ്. അവർ കള്ളം പറയുന്നവരാണ് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ലൈൻ ഉഖ്രിജു, അവരെങ്ങാനും പുറത്താക്കപ്പെടുന്ന പക്ഷം, അവരെ പുറത്താക്കുകയാണെങ്കിൽ, ലാ യഖ്റുജൂന മഅഹു, അവർ അവരുടെ കൂടെ പുറത്തേക്ക് പോവില്ല. അവരെ പുറത്താക്കപ്പെട്ടാൽ അവരവരുടെ കൂട്ടത്തിൽ പോവില്ല. വലൈൻ ഖൂത്തിലു, ഇനി അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നാലോ, അഥവാ അവർ യുദ്ധം ചെയ്യപ്പെട്ടാലോ, ലാ യൻസുറൂനഹു, അവരെ സഹായിക്കുകയില്ല. വലൈൻ നസറൂഹും, ഇനി അവരെ സഹായിച്ചാൽ, ലയുവല്ലുന്നൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞ് ഓടും. സുമ്മ ലാ യുൻസറൂൻ, പിന്നെ അവർക്കൊരു സഹായവും ലഭിക്കില്ല, പിന്നെ അവർ ഒരിക്കലും സഹായിക്കപ്പെടുകയില്ല. ല അന്തും, തീർച്ചയായും നിങ്ങളാണ്, അശദ്ദു റഹ്ബത്തൻ ഫി സുദൂരിഹിം, അവരുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത്, അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് നിങ്ങളെയാണ്. മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കൂടുതൽ, പടച്ചവനേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് അവർ ഭയപ്പെടുന്നത്. ദാലിക, അതായത് അതിന് കാരണം, ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ,
അവർ ചിന്തിക്കാത്ത സമൂഹമാണ് എന്നതുകൊണ്ടാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഒരു ജനതയാണ് എന്നതുകൊണ്ടാണ്. ലാ യുഖാത്തിലൂനക്കും ജമീഅൻ, അവരൊരിക്കലും തന്നെ ഒരുമിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. ലാ യുഖാത്തിലൂനക്കും, അവർ യുദ്ധം ചെയ്യില്ല, ജമീഅൻ ഒരുമിച്ച് നിങ്ങളോട്, ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ, ഒരു കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ വെച്ചല്ലാതെ, കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ വെച്ചല്ലാതെ, ഔ അല്ലെങ്കിൽ മിൻ വറാഇ ജുദുരിൻ, ചുവരുകളുടെ പിന്നാമ്പുറത്ത് വെച്ചല്ലാതെ, ചുമരുകളുടെ പിന്നാമ്പുറത്ത് വെച്ചല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. ബൗസുഹും ബൈനഹും ശദീദൻ, അവർ തമ്മിലുള്ള പോരാട്ടം, ബൗസുഹും ബൈനഹും, അവർ പരസ്പരമുള്ള പോരാട്ടം, ശദീദൻ വളരെ കഠിനമാണ്, കടുത്തതാണ്. വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകൾ, ശത്തൻ, വേറെ വേറെയാണ്, അഥവാ വെവ്വേറെയാണ്. ദാലിക, അത് ബി അന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് എന്നതുകൊണ്ടാണ്, മനസ്സിലാക്കാത്ത ജനതയാണ് എന്നതുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലായത്. ഇവിടെ സത്യനിഷേധികളായ ജൂത ഗോത്രങ്ങളോട് അള്ളാഹുവിൽ ഭയമില്ലാതെ ഭയം അഭിനയിക്കുന്ന മുസ്ലിം പേരുള്ള, മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അഥവാ കപടവിശ്വാസികൾ, അവർ ആണയിട്ട് പറയും, നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് പുറത്താക്കിയാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഒറ്റക്കാവൂല എന്നുള്ള നിലക്കാണ് പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തിൽ ആരെയും അനുസരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ അനുസരിക്കില്ല, ജൂതഗോത്രത്തിന് ഇവിടുന്ന് പുറത്താക്കിയാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തു വരും എന്ന് പറയണം. ഇനി വീണ്ടും പറയാണ്, വൈ കൂത്തിൽത്തും, നിങ്ങളെങ്ങനെ നിങ്ങളോട് ഇവർ യുദ്ധം ചെയ്യുകയാണെങ്കിലോ ഞങ്ങൾ ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ അള്ളാഹു അവിടെ പറയാണ്, ഇന്നഹും ലകാദിബൂൻ, അവിടെ കള്ളം പറയണം. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മുനാഫിക്കളുടെ നേതാവായിരുന്നു, കപടവിശ്വാസികളുടെ നേതാവായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായി നിൽക്കുകയായിരുന്നു അബ്ദുല്ലാഹിബിന് നബ്തൽ എന്ന് പറയുന്ന ആൾ. അതേപോലെ റഫാ ഇബ്ന് സെയ്ദ് എന്ന് പറയുന്ന ആളും. ഇവർ മൂന്നാൾക്കാരും മുനാഫിക്കളുടെ നേതാക്കളായിരുന്നു. അവർ ജൂതഗോത്രവുമായിട്ട് സംഭാഷണം നടത്തുകയും എല്ലാ സഹായവും അവർ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് അവർ നിങ്ങളെ എങ്ങാനും ഇവിടുന്ന് പുറത്താക്കിയാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറയണം. യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ വിവരമുള്ള നമ്മുടെ നാഥനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് അറിയാം ഇവരെന്തൊക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഇവർ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തു, കപടവിശ്വാസികളെ സഹായിച്ചില്ല, ബനൂ നദീർ ഗോത്രത്തിനെ മദീനത്തു നിന്ന് പുറത്താക്കി. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരൊറ്റ കപടവിശ്വാസിയും പുറത്തു പോയതുമില്ല. ഇനി അവർ സഹായിച്ചു എന്ന് തന്നെ വെക്കുക, എന്നാൽ പോലും അവർക്ക് വിശ്വാസികളുടെ കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ തോറ്റുപോവുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു വിശദമാക്കുന്നത്. എന്നിട്ട് അവരുടെ ഒരു നിലപാട് പറയണം. വിശ്വാസി സമൂഹത്തെയാണ് അള്ളാഹിനേക്കാൾ കൂടുതൽ ഇവർക്ക് പേടി. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസമില്ല. അള്ളാഹു ഇവരെ ഇവരെ ശിക്ഷിക്കാൻ പോകുന്നവനാണെന്നുള്ള വിചാരം അവർക്കില്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് പേടിയുണ്ട്. അവർ ഞങ്ങളെന്തോ ചെയ്തുകൂടും എന്നുള്ള പേടിയുണ്ട്. അതിന് കാരണം എന്താ? അവർക്ക് ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ ഒന്നും ഗ്രഹിക്കാത്ത ഒരു ജനതയായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കരുത്തിനെ സംബന്ധിച്ചോ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നോ അവർക്ക് വിശ്വാസമില്ല എന്നതുകൊണ്ടാണ്. പിന്നീട് അവരുടെ
കണ്ടാൽ അവർ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളെന്തായാലും നിങ്ങൾക്കെതിരിലാണ്, വിശ്വാസികൾക്കെതിരിൽ ഞങ്ങൾ എവിടെയും യുദ്ധം ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ലാ യുഖാത്തിലുനക്കും ജമീയൻ, ഒരുമിച്ച് അവർ യുദ്ധം ചെയ്യൂല. ഈ പറഞ്ഞ ജൂതന്മാരും അതുപോലെ തന്നെ ഇവരെ സഹായിക്കുമെന്ന് പറഞ്ഞ കപട വിശ്വാസികളും ഒരിക്കലും ഒരുമിച്ച് യുദ്ധം ചെയ്യൂല. അവർ കോട്ടകൾക്ക് പുറത്തോ അതേപോലെ തന്നെ മതിലുകൾക്ക് പിന്നിലായോ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒളിപ്പോര് നടത്തുക എന്നല്ലാതെ നേർക്ക് നേരെ അവർക്ക് വരാൻ കഴിയില്ല. അവർ തമ്മിലാകട്ടെ ബൗസുഹും ബൈനഹും ഷദീദ്, അവർ തമ്മിൽ ഭയങ്കരമായ ശത്രുതയിലാണ്, അങ്ങേയറ്റം പോരാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. ആഭ്യന്തര കലഹം വളരെ കൂടുതലാണ്. തഹ്സബുഹും ജമീയൻ, നിങ്ങൾ വിചാരിക്കും അവർ ഒരുമിച്ചാണെന്നുള്ളത്, പക്ഷേ വഖുലൂബുഹും ശത്തൻ, അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലാണ്. കണ്ടാൽ വിചാരിക്കും, വലിയ വലിയ വാഗ്ധോരണികൾ നടത്തുമ്പോൾ, വാചക കസർത്ത് നടത്തുമ്പം വിശ്വാസികളായ ആൾക്കാർക്ക് തോന്നിപ്പോകും ഇവരൊക്കെ കൂടി ഒന്നിച്ചേരണം. ഒന്നുമില്ല, അവരെ ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു പറയുന്നത്. കാരണം ബി അന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ഒന്നും മനസ്സിലാക്കാത്ത ഒരു ജനതയാണെന്നാണ്. അഖലില്ല, അപ്പോൾ ബുദ്ധിയില്ലാത്ത വിഭാഗമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും വാചകങ്ങൾ പറയാമെന്നല്ലാതെ അതിനുള്ളിലൊന്നുമില്ല, നിങ്ങളവരെ ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സൂചന നൽകുക. ലോകത്തെല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്ന ഇത് തന്നെയാണ്. വിശ്വാസികളുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം ചെന്നെത്താൻ, ധൈര്യപൂർവ്വം അവരെ നേർക്ക് നേരെ അവരെ നേരിടാൻ ആ വിശ്വാസി സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കപടവിശ്വാസികൾക്ക്, ജൂതന്മാർക്കൊന്നും ഒരിക്കലും സാധിക്കാറില്ല. വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുക. അള്ളാഹു സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.